വന്യമൃഗങ്ങൾ വീണ്ടും ഇറങ്ങുന്നതോടെ ആശങ്കയിലാണ് നാട്. മൂന്നാറും പാലക്കാടും വീണ്ടും പുലിയിറങ്ങി. മൂന്നാറിൽ വളർത്തുനായയെ പുലി പിടിച്ചുകൊണ്ടുപോയി. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങിയ വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലിയെത്തിയത്. വീട്ടിലെ CCTVയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിഞ്ഞു. പാലക്കാട് മലമ്പുഴ എലിവാലിൽ വീണ്ടും പുലിയെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലെ നായയെ പുലി പിടിച്ചു. 2 ആഴ്ച മുൻപും ഇവിടെ പുലിയെത്തിയിരുന്നു. ഈ വർഷം 4ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത്. നേരത്തെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ സൗരോർജ്ജവേലിയും തകർന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക് News 18. പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. മുള്ളിയാം കുറിശ്ശിയിൽ സ്ഥാപിച്ചിരുന്ന കെണിയാണ് പുതിയയിടത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം പുലി കടന്നുപോകുന്നതിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് നാട്ടുകാർ മണ്ണാർമലയിലെ വെട്ടത്തൂർ വനം വകുപ്പിന്റെ ഔട്ട് പോസ്റ്റിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂട് ഇവിടേക്ക് മാറ്റിയത്. ഇടുക്കി ഇടമലക്കുടിയിൽ കാട്ടാന വീട് തകർത്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ അമരാവതിയുടെ വീടാണ് തകർത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വലിയ അപകടമൊഴിവായി. വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കട്ടിലും മേശയും പാത്രങ്ങളും ഉൾപ്പെടെ തകർത്തു. ഇടുക്കി ദേവികുളത്ത് പുലിയിറങ്ങുന്നതിന് പിന്നാലെ നല്ലതണ്ണി ITDയിൽ കാട്ടാനയും ഇറങ്ങി. ജനവാസ മേഖലയിലാണ് ഇന്ന് രാവിലെ ഒറ്റയാൻ ഇറങ്ങിയത്. രാവിലെ എസ്റ്റേറ്റ് ലയങ്ങളുടെ സമീപത്തുകൂടി കാട്ടാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ പുലിക്ക് പുറമെ കാട്ടാനയും എത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. വന്യമൃഗശല്യത്താൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി പെരുവന്താനം ടി എസ്റ്റേറ്റിലെ തൊഴിലാളികളും പ്രദേശവാസികളും. കാട്ടാന ആക്രമണത്തെ തുടർന്ന് തൊഴിലാളികളിൽ പലരും എസ്റ്റേറ്റിൽ നിന്ന് താമസം മാറിക്കഴിഞ്ഞു. 3 മാസം മുൻപ് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നതോടെയാണ് ഇവരുടെ ആശങ്ക വർദ്ധിച്ചത്. ഇടുക്കി പെരുവന്താനം TR&T എസ്റ്റേറ്റിനോട് ചേർന്നുള്ള മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. 30ഓളം ആനകൾ വരെ ഇവിടെ ഒരുമിച്ച് വന്ന സമയമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ശബരിമല തീർത്ഥാടനം തുടങ്ങിയാൽ അഴുത വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും. കഴിഞ്ഞ ഫെബ്രുവരി 9-നാണ് പുഴയിൽ കുളിക്കാൻ പോയ കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലിനെ കാട്ടാന ആക്രമിച്ചത്. ഇതോടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭീതിയും വർദ്ധിച്ചു. പലരും എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് താമസം മാറി. വന്യമൃഗാക്രമണം രൂക്ഷമാകുമ്പോഴും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുന്നുവെന്നാണ് ആരോപണം. പലരും ഈ ആനശല്യം മൂലം പലരും ഇന്ന് ഔട്ട് സൈഡിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾക്കും ജോലി ചെയ്യാനായിട്ട് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾക്ക് ടാപ്പിംഗ്, ജനറൽ വർക്കേഴ്സ് എന്നീ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വന്യമൃഗശല്യം ഉള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ 3 വർഷക്കാലം TR&T എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. മുണ്ടക്കയം പെരുവന്താനം മേഖലകളിൽ വന്യജീവി ആക്രമണം ഉണ്ടായാൽ RRT സംഘം എത്തേണ്ടത് പീരുമേട്ടിൽ നിന്നോ കോട്ടയത്ത് നിന്നോ ആണ്. ഇവർ എത്തുമ്പോഴേക്കും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കും. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടിയുണ്ടായില്ലെങ്കിൽ തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ ആളുകൾ കുടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. News 18 ഇടുക്കി.